ഇനി വയനാട്ടിലേക്കാണ് പോകുന്നത്. തലപ്പുഴയിൽ മാവോയിസ്റ്റുകൾക്കായി തെരച്ചിൽ ഊർജിതമാക്കി പോലീസും തണ്ടർബോൾട്ടും. മക്കിമലയിൽ കുഴിച്ചിട്ട ഉഗ്രപ്രഹരശേഷിയുള്ള ബോംബുകൾ എവിടെ നിന്ന് ലഭിക്കുന്നതിൽ അന്വേഷണം തുടരുകയാണ്. കനത്ത ജാഗ്രതയിലാണ് ഇപ്പോൾ മേഖലയുള്ളത്. കബനീതളത്തിലെ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് കഴിഞ്ഞ ഫെബ്രുവരിയോടെ വിക്രം ഗൌഡയുടെ നേതൃത്വത്തിൽ അന്യസംസ്ഥാനക്കാരായ മാവോയിസ്റ്റുകൾ കേരളം വിട്ടെന്ന വിവരം പുറത്തുവന്നിരുന്നു. CP മൊയ്തീൻ, കൽപ്പറ്റ സ്വദേശി സോമൻ, തൃശൂർ സ്വദേശി മനോജ്, ആഷിഖ് എന്നീ മാവോയിസ്റ്റുകളാണ് കബനീതളത്തിൽ ഇനി അവശേഷിക്കുന്ന 4 പേരെന്നാണ് സൂചന. മക്കിമലയിൽ കണ്ടെത്തിയ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനായി മാവോയിസ്റ്റുകൾക്ക് എവിടെ നിന്നാണ് ഇവ ലഭിച്ചതെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് പോലീസ് ഇപ്പോൾ തേടുന്നത്. ഇതര സംസ്ഥാനക്കാർ കേരളം വിട്ടതും മാവോയിസ്റ്റ് സംഘം സുരേഷിന് കാട്ടാന ആക്രമണമേറ്റതും ചന്ദ്രുവും ഉണ്ണിമായയും പിടിയിലായതും തുടങ്ങി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട കമാൻഡർ അംഗം കവിതയുടെ മരണവുമെല്ലാം സംഘടനയുടെ അംഗബലം കുറയാൻ കാരണമായെന്നായിരുന്നു പുറത്തു വന്ന വിവരം. കവിതയുടെ മരണത്തിന് പകരം ചോദിക്കുമെന്ന മാവോയിസ്റ്റുകളുടെ പോസ്റ്ററുകളും അതിനിടെ പുറത്തുവന്നു. സംഘടന നിർജീവമല്ല എന്ന് തെളിയിക്കാനായി മാവോയിസ്റ്റുകൾ നടത്തിയ നീക്കമായാണ് മക്കിമലയിൽ സ്ഫോടന വസ്തുക്കൾ സ്ഥാപിച്ചതെന്നും സൂചനകളുണ്ട്. റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.